നമസ്തേ. കർക്കടക പുണ്യമാസം 30-ാം ദിവസം അധ്യാത്മരാമായണ പാരായണം, യുദ്ധകാന്ഡം തുടർച്ച. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ: രാവണവധം, വിഭീഷണ രാജ്യാഭിഷേകം, സീതാ സ്വീകാര്യം, ദേവേന്ദ്രസ്തുതി, അയോധ്യയിലേക്ക് യാത്ര. ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് നിർത്തിയത്. ആധിഭൗതികവും ആധ്യാത്മികവും ആധിദൈവികവുമായ താപത്രയങ്ങൾക്ക് പരിഹാരമായും ജീവിതത്തിലുണ്ടാകുന്ന അനേകമനേകം ആപത്തുകൾ നീക്കുവാനും ശത്രുനാശത്തിനും രോഗവിമുക്തിക്കും ഉത്തമമായ ഈ മന്ത്രം ഉപാസിക്കുകയാണെങ്കിൽ സൽകീർത്തിയും ആയുസ്സും പ്രദാനം ചെയ്ത് ആത്യന്തിക ദുഃഖനിവൃത്തി നേടാൻ സാധിക്കുമെന്ന് അഗസ്ത്യമുനി അവതാരപുരുഷനായ ശ്രീരാമനോട് ഉപദേശിക്കുന്നത് മാനവരാശിക്കാകമാനം ബാധകമാണല്ലോ. ഈ പ്രപഞ്ചത്തിനാധാരമായ സൂര്യതേജസ്സിൻ്റെ പ്രഭാവം നേരിട്ടനുഭവിക്കാൻ ഒരിക്കൽ കൂടി ആദിത്യഹൃദയമന്ത്രം ആലപിച്ചുകൊണ്ട് പ്രകൃഷ്ട ഭാഗമായ രാവണവധത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീരാമചന്ദ്രനെ രാവണ നിഗ്രഹത്തിന് സാധ്യമാക്കിയത് ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്താലാണല്ലോ. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണേ ചിദാനന്ദായ തേ നമഃ, നീകാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. രാവണവധം. രാഘവൻ മാതലിയോടരുളിച്ചെയ്തിത് ആകുലമെന്നിയേ തേർ നടത്തിയിടു നീ
മാതലിതേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ല ദശാസ്യനും മൂടി പൊടി കൊണ്ടു ദിക്കും ഉടനിടകൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെയ്തിടിനാൻ ശൂലം മുസലഗദാദികളും മേൽക്കുമേലെ പൊടിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും ഏറ്റമണഞ്ഞുമകന്നും വലം വെച്ചും ഏറ്റുമിടം വെച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലിവണ്ണമിനിമേൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൻ നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി പാഥോനിധിയുമിളകി മറിഞ്ഞിത് പാതാളവാസികളും നടുങ്ങിടിനാർ അമ്പുതിയോടെന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിയിടിലും രാവണ യുദ്ധത്തിനു സമം രാഘവ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തലപത്തിനും രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലോം കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനം മാരീജനെന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതിദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമൊന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയുമദ്ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരന് ഉണ്ടായതുള്ളിലൊരു നിനവന്നേരം പുഷ്പസമാനങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ
ഏതും വിഷാദമുണ്ടായിക മാനസേ. മുന്നമഗസ്ത്യതബോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാഹമസ്ത്രം അതായതെന്നിങ്ങനെ മാതലി തൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നീടുവേൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൂക്കു ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോട്. ബാണവുമെന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ. തഥാ കൽപ്പവൃക്ഷ പുതുമലർ തൂകിനാർ ഉത്പന്നമോദേന വാനവരേവരും. അർക്കകുലോത്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിത് പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടിയകം പൂക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജൻ മാരുതി നീലാംഗദാദിയാം മർക്കടവീരരുമാർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വിഗ്രഹിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ. മഹാശയനോചിതനായ നീ പാരിരീവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ട്. ദൈവത്തിന്നതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശൻ അരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെ കുറിച്ച് കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്ക് പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ വന്നിനി ശ്രേഷ്ഠക്രിയക്ക് തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ.
ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും മാതങ്കമുൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥോത്മജനപ്പോളരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകന ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാനിവനോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ, യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റുരണാങ്കണേ മരിച്ചൊരു കർപ്പൂരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവും ആ മരണാന്തമെന്നാകുന്നിരേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേകുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരിച്ച് ആർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുതകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതു ജിന്യാവലോകനം ചെയ്തു നിന്നോർകളും. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൂക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരരാദിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴ്കെന്ന് കിരീടാദ്യാലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം. പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്ത് സന്തുഷ്ടനായരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട്
വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാസ്വീകാരം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, ഈ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പൂക്കറിയിക്കണം. തന്നുങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങെന്നോട് വന്നു പറക നീ സത്വരം. എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും. രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വസ്ത്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. തം ഭവതിയോടൊക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതക്കെന്നെന്തു ചൊല്ലാവതു ജാനകി ദേവിയും. ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കടശ്രേഷ്ഠ, ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരയനീ. ജാനകീ ദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യംബരാഭരണാനുലേപാദ്യാലങ്കാരമണിയിച്ചു. ശില്പമായോരു ശിബികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരു യാഷ്ടികന്മാരണഞ്ഞ് ആട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാൻ ഉര ചെയ്തിതു നിന്നോടിരെന്തെടോ? ജാനകീ ദേവിയെ കണ്ടാലതിനൊരു ഹാനിയെന്തുള്ളതതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായോരു
മായാജനകചാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദ്യങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ. ഇതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയുമതു കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. സാമർത്ഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാൻ. ഭൂമിസുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്രതപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദുശ്ശവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവുമന്നേരം. ഇന്ദ്രനും കാലനും വാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി. നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമമുൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും. ലോകത്തിനാദിയും മധ്യവും മന്ദവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ. ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനുള്ളിലോർത്തിയിടുവോർ. നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം
വന്ദേ പദമശേഷസ്തുതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം ആശ്രയാശൻ ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർത്തു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും ദേവേന്ദ്രസ്തുതി സംക്രന്ദനൻ തഥാ രാമനെ നിർജരസംഘേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രപ്രഭോ പാഹി മാം രാമഭദ്രപ്രഭോ പാഹി മാം ഞങ്ങളെ രക്ഷിപ്പതിനുള്ള മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപീയൂഷവാരിധേ നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ നിൻ ചരിതാമൃതം ചൊൽവാനുമെപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജ വല്ലഭ ശ്രീമഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ മൃത്യുഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന് കല്യാണമുൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായുറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും
ചന്ദ്രചൂഢൻ പരമേശ്വരനും രാമചന്ദ്രന് നോക്കി അരുൾ ചെയ്തിതന്നേരം, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ വണങ്ങുകെന്നൻപോടു കേട്ടത മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ. കാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്നാനന്ദമഗ്നനായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ മലമൂർത്തിയെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻമഹാമായ മോഹിപ്പിയായി എന്നതും കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാനനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പൂക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പൂക്കു വിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായെഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയത് നാരദാദി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാൻ. അയോധ്യയിലേക്ക് യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗലാദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിച്ചിങ് നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും വാർത്തിരിക്കുന്നിതു ഞാൻ. അവൻ തന്നോടുകൂടിയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനം അവനോടുകൂടിയേ ആവിതു എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും വാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ വിറ്റേനാൾ എന്നതുകൊണ്ടുടറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ. സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കട വീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ
പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗരസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവാ മഹാമതേ കിഷ്കിന്ധ്യയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്തനിത്തമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാർ അഭിഷേകവും കണ്ടു ഞങ്ങൾ. തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങിനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയ തദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ തഥാ. മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസീംനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലു ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ. സൽസേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺഗതിലിങ്ങു ശോണിത കർമ്മമാംസാസ്ഥിപൂർണം ഭയങ്കരം. അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനുമെന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിയിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കുന്നീടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ, ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ.
പുഷ്കരനേത്രേ പുരോഭൂവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ പൃഥ്വീസുതയുമപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. ഊതൂഹലമയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജദുഃഖമിന്നെന്നോളമിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആതൂകമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം ദദാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരേ, നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധ്യ പൂക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോട് മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളിച്ചീരിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവീ വിചിത്രമാം മൃശ്യമൂകാജലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗീ പഞ്ചവടി നാമിരുന്നേടം. വന്ദിച്ചുകൊൾഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം. അത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക. ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദീതതിന്നങ്ങേതതിന്നങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദീ അതിന്നങ്ങേത് ധന്യമയോധ്യാനഗരം മനോഹരേ. ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജമുനീന്ദ്രനെ. നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും. ആചാര്യജനത്തിനും താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം. താപമൊരുവർക്കുമില്ലയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ട്. സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്ത് ആഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു
കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതുചിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നുടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാത പരബ്രഹ്മം ഏതും തിരിക്കരുതായൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം പൂക്കീടടുത്ത നാൾ. കർണാമൃതമം മുനിവാക്കുകേട്ടുപോയി പർണശാലാമകം പൂക്കിതുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിനാൻ.